പറഞ്ഞു. തീർച്ചയായിട്ടും അത് ഞാൻ കണ്ട സിനിമയാണത്. ഈ കേരള സ്റ്റോറി എന്ന് പറയുന്നത് ജിഹാദി പെൺകുട്ടികളടക്കമുള്ള ആളുകൾ ഈ ഹിന്ദു പെൺകുട്ടികളെയും ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ട്രാപ്പിൽ കുടുങ്ങി തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. സുഹിതേട്ടൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഒറ്റ കാര്യം മാത്രം പറയാം. പോപ്പുലർ ഫ്രണ്ട് എന്നുള്ളതല്ല, എല്ലാ കോയന്മാരും ഇത് തന്നെയാണ് ചിന്താഗതി. പോപ്പുലർ ഫ്രണ്ട് എന്നുള്ള ഈ ഒരു കാര്യത്തിൽ എല്ലാവർക്കും ഒരേ മൂടാ. ഇപ്പൊ ഈ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ കൂട്ടത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഭാര്യ മരിച്ചു പോയിട്ട് ഈ കല്യാണം കഴിക്കാതെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കാണിച്ചിരുന്നു. പക്ഷെ ഒരു കോയ പോലും പെണ്ണുങ്ങൾ ചത്തു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാതെ പോല. അവർക്ക് കൃഷിയിടാണ് ഒരു സ്നേഹം എന്നുള്ള ഒരു ഇതില്ല. നിങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കോയനെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഷാജഹാന്റെ കഥ അറിയോ? നിങ്ങൾക്ക് ഞാൻ സുഹിത്തേട്ടനോട് ഷാജഹാന്റെ കഥ പഠിപ്പിക്കണമെന്നില്ല. സ്നേഹത്തിന്റെ പ്രതീകമായിട്ട് മുംതാസിന് വേണ്ടിയിട്ട് മൂപ്പര് താജ്മഹൽ ഉണ്ടാക്കി. പക്ഷെ മരിച്ചിട്ട് 3-ാമത്തെ ദിവസമാണ് അനിയത്തിനെ കിട്ടുന്നത്. പിന്നെ 7 കല്യാണം മൂപ്പര് വീണ്ടും കഴിച്ചിട്ടുണ്ട്. ഇതാണ് മൂഡ്. അതുകൊണ്ട് ഈ സുന്നത്ത് കഴിക്കുന്നതിനോടുള്ള ഒരു പ്രശ്നമാണിത്. അതായത് ഇത് വലിയ ബുദ്ധിമുട്ടാ ഈ സംഗതി. അതായത് ഈ സ്നേഹത്തിനും മറ്റുള്ളതിനൊന്നും വലിയ കാര്യം കൊടുക്കാൻ പറ്റരുത്. കാരണം അത് അവിടെ ഇവിടെ ഇട്ട് വരുതിയത് ടെമ്പറായി പോയിട്ടേ പിന്നെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ട് ഇപ്പം ഈ മുസ്ലിം സ്ത്രീകളൊക്കെ ഹിന്ദു ചെക്കന്മാരും ക്രിസ്ത്യൻ ചെക്കന്മാരെയൊക്കെയാണ് അന്വേഷിച്ചിറക്കുന്നത്. അവർക്ക് മനസ്സിലായി പോയി. അവർക്ക് ഒരു പരിധി കഴിഞ്ഞിട്ടാണെങ്കിൽ കുണ്ടന്മാരുടെ അടുത്തേക്ക് പോവും. വലിയ ബുദ്ധിമുട്ടാവും എന്നുള്ള. ഉസ്താക്കന്മാരെന്തിനാ കുണ്ടന്മാരുടെ അടുത്തേക്ക് പോണത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? അതിന്റെ കാരണം അതാണ്. ഇത് വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങളിപ്പോ ഒരു ക്യാമറ വാങ്ങിയിട്ട് ആദ്യം ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ക്ലിയർ ഉണ്ടാവും. അത് റഫുള്ള തുണിയിട്ട് ഡെയിലി തുടച്ച് കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഫോട്ടോ എടുക്കുമ്പോൾ ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, അല്ല എന്റെ ഫോട്ടോ ആദ്യം നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ ക്ലാരിറ്റി ഇല്ലല്ലോ. ഇതേമാതിരിയാണ് സോനേന്റെ അവസ്ഥ. ഇത് ചെത്തിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഈ സാധനം ഇട്ടാഞ്ഞു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പ്രകൃതി വിരുദ്ധാണല്ലോ ഈ സംഗതി. ചെത്തിട്ടാളെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ഇപ്പൊ ജിഹാദാണിത്. കാരണം ഡോക്ടർമാരുടെ അടുത്ത് പോയ ഡോക്ടർമാർ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയൊക്കെ ഇത് ചെത്തിക്കാൻ നടക്കുന്നുണ്ട്. അത് എന്നോട് പറഞ്ഞത് ഒരു എക്സ് മുസ്ലിംസാ. എന്നോട് പറഞ്ഞു, സുപ്രഭാതെ വെറുതെ പോയി കുടുങ്ങാൻ നിൽക്കണ്ട, പല ആളുകളും ഇത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞേക്കേണ്ടി, ഇതൊരു ജിഹാദാണ്, ഇതിനെ കൊണ്ട് ഇന്നെ ബുദ്ധിമുട്ടുകളുണ്ട്, ഞങ്ങളൊക്കെ അനുഭവിച്ചും കൊണ്ട് നിൽക്കുകയാണ്, എന്റെ മോനെന്ന് ഞാൻ സുന്നത്ത് ചെയ്തിട്ടില്ല, എക്സ് മുസ്ലിംസാ പറയുന്നത്. അതുകൊണ്ട് ഈ ഇതിനോട് വരുന്നതാണ് ഈ പീഡന മൂഡ്, മറ്റുള്ളവരോടുള്ള ഒരു കാമത്തോടുള്ള അമിതമായ ആസക്തി. ഇതൊക്കെ ജിഹാദികൾക്ക് ബ്ലഡിൽ അല്ലാന്ന്. നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. കരുതിയിരിക്കുക പൊന്നാര മക്കളെ, അതേ പറയാനോ. അല്ല സുബ്രോദ്, ഈ കാര്യമാണ് എല്ലാ പറഞ്ഞത്. ഒരു ഒറ്റ 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 ഇതുള്ളു. അല്ല സുബ്രോദ്, ഈ എല്ലാം അറിയാവുന്ന അള്ളാഹുവിന് ഈ അറ്റം ശകലം ചെത്തുന്ന കാര്യം പുള്ളി മറന്നുപോയതാണോ അതോ അള്ളാഹു തനി പൊട്ടണം. അള്ളാഹുവിന്റെ കഥ എന്നെ കൊണ്ട് വെറുതെ പറയിപ്പിക്കണം. അള്ളാഹുവിന്റെ പൊട്ടത്തരം കേൾക്കുകയാണെങ്കിൽ നിങ്ങള് ഇവിടെ നീച്ച് ഓടും. അമ്മാരി മഹാപൊട്ടറാണ് അള്ളാഹു എന്ന് പറഞ്ഞത്. ഇപ്പൊ ഗാസ ഇസ്രായേൽ പ്രശ്നത്തിൽ ആദ്യത്തെ ദിവസം മാത്രമേ അള്ളാഹു ഉണ്ടായിട്ടുള്ളൂ. അള്ളാഹു ചെയ്തതാണ്, പിന്നെ ഇല്ല. ഇപ്പൊ ഡെയിലി അടിച്ച് തൂഫാനാക്കി കുത്തിരിക്കുക. അള്ളാന്റെ പണിയാണ്. ഈ അള്ള ഓരോന്ന് ഉണ്ടാക്കി വെക്കും, അടി നാട്ടുകാർക്ക് കിട്ടുകയും ചെയ്യും. അതിനോണ്ട് അള്ളാന്റെ കഥയൊന്നും കൂടി പറഞ്ഞു വരില്ല. അള്ളാന്ന് പറഞ്ഞാൽ തനി പൊട്ടറാണ് അയാള്. എന്തെങ്കിലും ഒരു നമ്മളെ കൈ കിട്ടും. അല്ല, ഒരു കാര്യം പറഞ്ഞോട്ടെ, അത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ്. അതായത് ഇവിടെ അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ പൊട്ടനാണെന്ന് പറയുന്നത് ഇതിന്റെ ബേസ് തന്നെ ശരിക്കും പറഞ്ഞ ഒരു വലിയ സ്റ്റുപ്പിഡിറ്റിയിലാണ്. ഈ വിശ്വാസത്തിന്റെ ബേസ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയില്ല. അത് ചിന്തിക്കാൻ ഇവരെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതായത് ഞാൻ എല്ലാവരെയും സൃഷ്ടിക്കുന്നു, ഞാൻ എല്ലാവരെയും കൊണ്ട് എല്ലാം ചെയ്യിക്കുന്നു, എന്നിട്ട് ആ ചെയ്യിച്ചതിന്റെ ശിക്ഷ അവർക്ക് കൊടുക്കുന്നു. എന്തൊരു പോക്കത്തരവാടി കാണിക്കുന്നത് മാത്രം ആലോചിച്ചാൽ മതി, ബാക്കിയെല്ലാം അവിടെ നിൽക്കണം. ഞാൻ സൃഷ്ടിക്കുന്നു, ഞാൻ ചെയ്യിക്കുന്നു, ഈ ചെയ്യിച്ചതിന്റെ ഫലം മുഴുവൻ, ചെയ്യിച്ചതിന്റെ ശിക്ഷ മുഴുവൻ എന്താ പറയുന്നത് അവർക്ക് കൊടുക്കണം. എന്ത് സൈക്കോയാണെന്ന് ആലോചിച്ച് ചോദിക്കുക. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ടാണ് ഇവർ മറ്റു മതങ്ങളിൽ നിന്ന് ആൾക്കാരെ മാറ്റി നിർത്തുന്നത്. അതായത് അവരോട് മിണ്ടാൻ പാടില്ല, അവരോട് സംസാരിക്കാൻ പാടില്ല. അത് ആണായാലും പെണ്ണായാലും മറ്റു മതങ്ങളിൽ കിട്ടുന്ന സ്വാതന്ത്ര്യവും സമാധാനവും എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സാധനം വലിച്ചെറിഞ്ഞിട്ട് അവർ പോകും. ഇതുകൊണ്ടാണ് ഒരാൾ പോലും ഇവിടെ ഇരിക്കുന്ന ഷായോ സുഗ്രീവനെ പോലും ചിന്തിക്കാത്ത എന്തൊരു പൊട്ടത്തരമാണ് ഈ പറയുന്നതെന്നുള്ളത്. അത് ഈ സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞ സാധനം അവിടെ ഇല്ല. കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അത് പാലിച്ച് അല്ല, അത് ജീവിച്ചോളാം. ഒരു അങ്ങനെയല്ല. ഈ കോൺവെന്റ് ഷാക്കിയോ പിള്ളേരെ ഇവർക്കൊന്നും പഠിക്കുന്ന പോലെ. ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒന്നാമത് ഈ മല പിടിക്കുന്ന പ്രായം മുതൽ ഈ ആയത്ത് കേട്ടിട്ട് ഈ എന്തോ സ്വർഗം നരകമൊക്കെ കണ്ട് ഹൂറിമാര് മദ്യപ്പുഴ കേട്ട് എന്ന് പറഞ്ഞാണ്ട് ജീവിച്ച് പോണ ആൾക്കാരാണ് ഈ ഷായും കീഴൊക്കെ. അതുകൊണ്ട് ഈ മദ്യപ്പുഴ ഉണ്ടാവും, സ്വർഗത്തിൽ ഹൂറിമാര് വരുന്നുണ്ട്, മദ്യപ്പുഴയിൽ ഹൂറിമാരപ്പം നീന്താന്നാണ് ഈ ഷാ വിചാരിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ പറയണേനൊക്കെ മൂപ്പര് അടിയിൽ ചാറ്റ് ബോക്സിൽ കുത്തിരുന്ന് എഴുതി കഴിഞ്ഞാൽ മൂപ്പർക്ക് ഹൂറീനെ കിട്ടുമല്ലോ, അതാ വിശ്വാസം. നിങ്ങൾ വിചാരിച്ചു ഷാ വെറുതെ ഇവിടെ കുത്തിരുന്ന് എഴുതാന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ചന്തു ചേട്ടന് കഴിയോ ഏതെങ്കിലും സുഡാപ്പിയുടെ റൂമിൽ പോയിട്ട് ഇതിന്റെ അടിയിൽ ഇങ്ങനെ കുത്തിരുന്ന് എഴുതാൻ? നിങ്ങൾക്ക് കഴിയോ? ഇതിൽ ഏതെങ്കിലും സംഖ്യക്ക് കഴിയോ അങ്ങനെ എഴുതാൻ? കാരണം നിങ്ങൾക്ക് ഹൂറില്ല, മദ്യപ്പുഴയില്ല, ഒരു കിണ്ടി കിട്ടുന്നില്ല. നിങ്ങളെ സമയം പോയി കിട്ടൂ. ഓനതല്ല, ഓന് ഹൂറിയും മദ്യപ്പുഴ അവിടെ റെഡിയാ. അതിനു വേണ്ടി കാത്തുത്തിരിക്കാൻ മൂപ്പര്. ഹൂറിയും മദ്യപ്പുഴയും അല്ല കിട്ടുള്ളൂ, അതിൽ സുപ്രഭാത, നീന്തോലോ.
സുപ്രഭാത എന്തൊരു അല്ല കഷ്ടാണ് എന്റെ സുപ്രഭാത അവിടെ ഒരു അലാഖ്. അല്ല അവിടെ അല്ല അവിടെ ഒരു പൊട്ടത്തരമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സുപ്രഭാതത്തിന് ബിരിയാണി കഴിക്കാൻ ഇഷ്ടമാണ്. ഈ രാവിലെ തൊട്ട് രാത്രി വരെ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ ബിരിയാണി വെറുത്തു പോയില്ലേ? അല്ല സത്യം അതുപോലും പറയുകയാണെങ്കിൽ ഈ ഇവർ സ്വർഗം എന്ന് ആലോചിക്കുന്നില്ല. ഇവർക്ക് പറയുമ്പോൾ ഓരോ ഹിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റ കാര്യം ഈ സ്വർഗത്തിന് ഉടായിപ്പോൾ ഞാൻ പറയാം. സ്വർഗം എന്ന് പറഞ്ഞ സത്യം ഒന്നാന്തരം വേവിച്ചാല. ഇനിയിപ്പൊ ഈ ഷാന്റെ പെണ്ണുങ്ങള്, ഷാ മഹാവൃത്തികെട്ടവനാണ്. പക്ഷെ ഷാ സ്വർഗത്തിൽ പോകും മതപ്രകാരം, അവന്റെ കിതാബ് പ്രകാരം അവൻ സ്വർഗത്തിലാ പോവുക. ഇവന്റെ ഭാര്യ ഇവനെ കൊണ്ട് ഒരു ജന്മം മുഴുവൻ അനുഭവിച്ചിട്ടുണ്ട്. ഇവന്റെ ഭാര്യയും സ്വർഗത്തിൽ പോയി എന്ന് വിചാരിക്കുക. ഭാര്യക്ക് എന്താ അറിയോ അവിടെ പണി? ഭാര്യക്ക് പണി എന്താണെന്നറിയോ? 72 ഹൂറിമാരെ കൂട്ടി കൊടുക്കണ പണിയാ. ആർക്ക്? ഷാക്കി. അപ്പൊ ഈ പെണ്ണിന് എന്താ അറിയോ കിട്ടുന്നത്? ഈ ഷാനെ തന്നെ കിട്ടണുള്ളൂ, ഹൂറന്മാരെ കിട്ടണില്ല. ഹൂറന്മാരെ കിട്ടണില്ല. അതാണ് അതിൽ വലിയ വിറ്റ്. ഹൂറന്മാരെ കിട്ടാതെ ഈ ഷായന്റെ കൂടെ ഒരു ജന്മം മുഴുവൻ അനുഭവിച്ച് തീർത്തിട്ടുള്ള ആ പെണ്ണ് വീണ്ടും ഈ ഷാന്റെ കൂടെ പോണ 72 ഹൂറിമാരെ കൊണ്ടിട്ട് കൂട്ടി കൊടുക്കും വേണം. ആലോചിച്ചൊക്കെ ഒരു ഗതികേട്, ഒരു 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 കോയപ്പെണ്ണിന്റെ ഒരു അവസ്ഥ ആലോചിക്കണമെന്ന്. ഇതിനാണ് ഇവിടെ കിടന്ന് കണ്ട് ഞമ്മന്റെ വലുതാന്ന് തന്നെ നടക്കുന്നത്. എന്ത് ആ, എനിക്ക് ഒരു കാര്യത്തിൽ മാത്രം പിന്നെ സുപ്രഭാജി പറഞ്ഞൊരു കാര്യത്തില് പിന്നെ ഒരു പിന്നെ വിയോജിപ്പ് എന്നല്ല കേട്ടോ, ഒരു ഒരു കാര്യം പറയാനുണ്ട്. അതായത് സുപ്രഭാജി പറഞ്ഞു അള്ളാഹുവിന് ഒരു ദിവസം കൈ കിട്ടും എന്നുള്ളത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അതായത് മലപ്പുറം കലാപത്തില് കുഞ്ഞു മുഹമ്മദ് ഹാജി പറഞ്ഞത് എല്ലാവരും അവനവന്റെ കൊതം നോക്കി ഓടിക്കോളി എന്നുള്ളത് പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അയാളെ പിന്നെ പിന്നെ മഷിട്ട് നോക്കിയിട്ട് കിട്ടാതെ എത്രയോ കാലത്തിന് ശേഷമാണ് പിന്നെ അയാളെ പിടിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ പിടിക്കാൻ നോക്കുമ്പോഴേക്കും ഈ അള്ളാഹു ഓടിയിട്ട് ഏഴാനാകാശം കടക്കും. അല്ല, ഇതില് അള്ളാന്റെ ഒരു വിറ്റ് ഞാൻ വേറെ പറഞ്ഞത്, ലാത്ത ഉസ മനാത്ത. സൗദി അറേബ്യ ഇപ്പൊ ഓരോ ഫോട്ടോ ഇട്ടിട്ട് നമ്മള് മറ്റേ ലളിതാംബികാ ദേവി എന്നൊക്കെ പറയില്ലേ, ഈ സിംഹത്തിന്റെ മുഖത്ത് നിൽക്കണ വാളൊക്കെ പിടിച്ച് നിൽക്കണ, 2 വാളൊക്കെ പിടിച്ചിരിക്കണ രീതിയിലുള്ള ലാത്ത ഉസ മനാത്ത ഫുള്ള് വെപ്പൺസ് ഒക്കെ പിടിച്ചിട്ട് നാവൊക്കെ നീട്ടിയിട്ട് നിൽക്കണ എന്തിനാരോ? സംസ്കാരത്തെ പൊന്തിക്കുകയാണല്ലോ സൗദി അറേബ്യ. ഓർക്ക് അള്ള മാത്രല്ലോ ഉള്ളത്, കുറെ വേറെ ഉണ്ടോ, ലാത്ത ഉസ മനാത്ത കുബാല് കിബാല് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഉണ്ടല്ലോ. അതിനൊക്കെ പൊന്തിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ട് നോക്കുകയാണല്ലോ ഇവര്. ആലോചിച്ച് നോക്കിയൊന്ന്. ഇങ്ങനത്തെ വൃത്തികെട്ടന്മാരാണ് ഇവർ. ഈ അള്ളാഹിനെ കൊന്ന ആൾക്കാർക്ക് ഈ കോമഡി ആയിട്ട് കാണുന്ന ഇതൊന്നും. ഇപ്പൊ മുത്ത എയർലായില്ലേ, മുത്തിപ്പോ ഏകദേശം എയർലായി. അള്ളാഹ് ഉടായിപ്പാന്നും കൂടി മനസ്സിലാകുന്നതോട് കൂടിയിട്ട് ഏകദേശം ഈ പരിപാടിയൊക്കെ നിൽക്കും. അല്ല അല്ല, ഇതിനകത്ത് ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുണ്ടായിരുന്നു. അല്ല, ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളാരും ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഞങ്ങളുടെ ധർമ്മത്തെ കുറിച്ച് പറയുന്നതോ അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതോ ഞങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞാൽ അപ്സരസുകൾ കിട്ടുമെന്ന് വിശ്വസിച്ചിട്ടല്ല. ദേവിയിൽ അത് മനസ്സിലാക്കണം. ഞങ്ങളാരും ഇതിനു എനിക്ക് വേണ്ടിയിട്ടല്ല സ്വർഗത്ത് പോയാൽ പ്രവർത്തിക്കുന്നത്. മതി ഞങ്ങളൊക്കെ പൊന്നാര വിശ്വസിക്കുന്നത് ചന്ദ്ര. എനിക്ക് നരകത്ത് പോയാൽ മതി. എനിക്ക് നരകത്തിലെ വിറക് കുളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ നരകയ്ക്ക് ഭയങ്കര സംഭവം. എനിക്ക് അപ്സരസും വേണ്ട, ഒരു കിണ്ടി കൊളാമ്പി ഒന്നും വേണം. എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല. എനിക്ക് നരകം മതി. എനിക്ക് അല്ല ഗാന്ധിജിയും അതുപോലെ മറ്റുള്ള മഹാന്മാരായിട്ടുള്ള ആളുകളൊക്കെ നിൽക്കുന്ന, കാഫറുകളായിട്ടുള്ള ആളുകളൊക്കെ നിൽക്കുന്ന നരകം മതി. സ്വർഗത്തിൽ ഈ മറ്റേ ബില്ലാതെ, അജ്മൽ കസബ്, തടിയന്റെ ഇവിടെ നസീർ, അബ്ദുൽ നാസർ മദിനിയൊക്കെ നിൽക്കുന്ന സ്വർഗല്ലേ എനിക്ക് വേണ്ട തൽക്കാലത്ത്. ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത് പ്ലീസ്. നരകം മതി. അല്ല സനാതന ധർമ്മം പഠിപ്പിക്കുന്ന ആത്യന്തികമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളുടെ കർമ്മത്തിന്റെ ഫലമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഈ ദൈവത്തെ കുറെ വാഴ്ത്തിപ്പാടുകയോ ദൈവം ഭയങ്കര കിടലമാണെന്നോ അല്ലെങ്കിൽ മറ്റു പറയുക മോശമാണെന്നോ ഞങ്ങൾക്ക് അറിയാം. അപ്സരസുകൾ തരാനില്ല. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ ഷായി ഇവരൊക്കെ പറയുന്ന ഒരു പൂവാലൻ തിയറി ഉണ്ട്. അതായത് പൂവാലന്മാർ എല്ലാ മതത്തിലും ഉണ്ട്. അത് ഇസ്ലാമിൽ വരുമ്പോഴാണ് ഈ ജിഹാദ് പറയുന്നത്. ജിഹാദ് അല്ല, ജിഹാദ് ആണെന്ന് പറയുന്നത് ഒരു ഏജ് ഓൾഡ് സ്റ്റേറ്റ്മെന്റ്. ഇവരെപ്പോഴും ഇതായി നിന്ന് ഈ ചാറ്റിൽ പോലും ഷാ അടിച്ചു വിട്ടുന്നുണ്ട്. അതേ സാധനം കേട്ടോ, ഒരു മാറ്റമില്ല. അത് ഷായുടെ അറിവിന് വേണ്ടിയിട്ടല്ല, ഷായോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കിയാലും ഷാ വീണ്ടും അത് നാളെയും പറയുന്നത് എനിക്കറിയാം. അല്ല, ഞാനിത് ബാക്കിയുള്ളവരുടെ ഒറ്റ അറിവിന് വേണ്ടി കാര്യം, പറഞ്ഞു. ഈ അപ്പം ഷാനോട്, കേരളത്തില് ഈ മന്ദബുദ്ധി ഷാനോടൊന്ന് ചോദിച്ചാൽ അന്റെ പെണ്ണുങ്ങൾ എവിടെയാ പോവാന്ന് വെച്ചോണ്ടി. അന്റെ പെണ്ണുങ്ങളെ സ്വർഗത്തിന്റെ എത്തിയിട്ട് അന്റെ പെണ്ണുങ്ങൾക്ക് എന്താ പണി? ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കി. കൂട്ടി കൊടുക്കുക. 72 ഹൂറിമാരുണ്ട്. 72 ആണോ 82 ആണോ 92 ആണോ ഏതൊക്കെയോ സംഖ്യ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഏകദേശം അതിന്റെ 72 നിൽക്കാം. 72 ഹൂറി. 72 പിന്നെ വേറൊരു 28 കൂടെ ഉണ്ട് സുപ്രാത്. അത് കുണ്ടന്മാര്. അത് കുണ്ടന്മാര്. എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ, അത് കുണ്ടന്മാരത് അവിടെ നിൽക്കട്ടെ. ഈ ഷാന്റെ പെണ്ണുങ്ങൾക്ക്, ഈ ഷാന്റെ പെണ്ണുങ്ങളെ 72 ഹൂറന്മാരിട്ട് പീഡിപ്പിക്കണ കഥ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. 72 ഹൂറന്മാരിട്ടിട്ട് പീഡിപ്പിക്കണ കഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. അത് പറ്റുമോ? ഇല്ല. പിന്നെ ഈ പെണ്ണിന് എന്താ സ്ഥിതി? ഈ വൃത്തികെട്ടവനായിട്ടുള്ള ഷായുടെ കൂടെ 72 ഹൂറിമാരെ കൊണ്ടുപോയിട്ട് കൂട്ടി കൊടുക്കുക. ഒരു ഗതികേട് അല്ല ആലോചിക്കുക, ഒരു സുപ്രഭാജി, അത് കോയപ്പന്റെ ഒരു ഗതികേട് നിർബന്ധമല്ലല്ലോ. ആലോചിക്കുക. അല്ല അത് ഷാക്കിന്ന് കിട്ടിക്കോളന്നില്ല, അത് വേറെ ആരെങ്കിലും ആവില്ല അല്ല, ചിലപ്പോ. ഷാ ആയാലും കേരളമായിട്ടായാലും ഇവരൊക്കെ ഈ വൃത്തികെട്ട തീവ്രവാദികൾ കംപ്ലീറ്റ് സ്വർഗത്തിലാണല്ലോ പോവുക. അല്ല അതല്ല ഞാൻ അവിടെയാണ് പറഞ്ഞത്. ഒരു വിറ്റ്.
സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാല് ഈ പറഞ്ഞ ഷാന്റെ ഭാര്യ ഷാക്ക് തന്നെ കൂട്ടി കൊടുത്തോളുന്നില്ല, ചിലപ്പോ വേറെ ആരെങ്കിലും കൂടെ ആവാനും മതി. അത് അല്ലല്ലല്ലല്ല തീരുമാനിക്കുന്നത് നിങ്ങൾ. കിതാബിൽ ആയത്തെ പ്രകാരം ഷാന്റെ ഭാര്യ ഷായിക്ക് തന്നെ റാണിയായിട്ട് നിൽക്കാണ്. റാണി എന്ന് പറയുന്നത് എന്താ അറിയോ? കൂട്ടിക്കൊടുക്കൽ എന്നുള്ള വാക്കൊന്നും ഇല്ല. അതിനോണ്ടാണ് റാണി എന്ന് പറയുന്നത്. അതായത് 72 ഹൂറിമാരെ കൂട്ടിക്കൊടുക്കുന്ന നേതൃത്വം കൊടുക്കുന്ന ആള്, അതാണ് റാണി, വേറെ ഒന്നുമല്ല. മനസ്സിലായോ? അത് കൂട്ടിക്കൊടുക്കുന്ന ആള്, അത്രേ ഉള്ളൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ റിസോഴ്സ് അലോക്കേറ്റർ എന്ന് വിളിക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ റിസോഴ്സ് അലോക്കേറ്റർ എന്ന് വിളിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ ഒസാം മൺസൂർ മറ്റേ തങ്ങൾ തലോടി, ഈ പിസ്ലൈൻ, മറ്റേ ചങ്ങായി കേരളയിട്ട്, ഇങ്ങനത്തെ സകലമാന ജിഹാദികൾ സ്വർഗത്തിലെ പോവുക. സകലമാന ജിഹാദികളും ഒറ്റൊന്നും നരകത്ത് പോകില്ല. ഒക്കെ സ്വർഗത്ത് പോയിട്ട് മദ്യപ്പോയ ഈ ഹൂറിമാരെ കൂടെ അങ്ങനെ മറ്റേ സ്വയംഭോഗം നടത്തിയിട്ട് ഇങ്ങനെ നടക്കും. അതാണ് പരിപാടി. മനസ്സിലായോ? മദ്യപ്പുഴയിൽ ഇങ്ങനെ നീന്താ, വേറെ ഒരു അല്ല പരിപാടി. സുപ്രഭാതെ, ഷായുടെ ഭാര്യയ്ക്ക് അത് പറ്റുമെന്ന് തോന്നുന്നില്ല. അവള് ഇവിടെ വെച്ച് തന്നെ ഏതാണ്ട് സ്വർഗത്തിൽ പോകുന്നവർക്കൊക്കെ മറ്റേ ഇത് കൊടുത്ത് സഹോദരനാക്കിയിട്ടുണ്ട്. അതാണ് ഉഡായിപ്പ് സ്വർഗാണ് പൊന്നാര മക്കളെ. ഇതൊക്കെ വെറുതെ കോയമാരെ ഓരോന്നിങ്ങനെ പറഞ്ഞ് മോഹിപ്പിക്കുക. അവിടെ എന്താ പറയുക, മീനിന്റെ കരള് കിട്ടുമല്ലോ, അത് നമ്മുടെ മാർക്കറ്റ് പോയാൽ കിട്ടും മീനിന്റെ കരള്. ഇവിടുന്ന് വാങ്ങി പൊരിച്ചടിച്ചോളി, സ്വർഗത്ത് പോകാനൊന്നും വേണ്ട. അല്ലെങ്കിൽ ഏതെങ്കിലും ഹാർബറിൽ പോയാൽ മതി, അവിടെ പോയാൽ മീനിന്റെ കരളോ കിരളൊക്കെ കിട്ടും. കാട പൊരിച്ച് കിട്ടും. ഇതൊന്നും ഈ കാട്ടർപ്പിക്ക് ഇവിടെ അവിടെ നിങ്ങൾക്ക് കിട്ടില്ലേ? ഇനി മീൻ എന്താണ് ഇത്, മറ്റേ കാട എന്താണ്, ഇതൊന്നും അറിയില്ല. കാടർച്ചി തിന്നാൻ വേണ്ടി സ്വർഗം വരെ പോണോ? അൽഫാം ഒന്നും ഒന്നില്ലാത്ത നന്നായി. കുഴിമന്തി ബിരിയാണി ഒന്നും അതില്ലാത്ത എന്നാ ബിരിയാണി കിട്ടുന്നൊക്കെ എഴുതിച്ചിട്ടുണ്ടാവും എരിയില്. അതാണ് അതിൽ വലിയ കോമഡി. വൃത്തിയായിട്ടവന്മാര്. ഹെഡ്സെറ്റ് ഒന്ന് ക്ലിയർ ചെയ്യേ, ചെവി അടിച്ചു പോവാ, ഒന്നും കേട്ടില്ല. നീയല്ലേ മറ്റേ 28-ന്റെ കാര്യം പറഞ്ഞത്? അപ്പൊ 28-ൽ ഒരാള് സുഖമില്ല കിടക്കാണ്, അന്ന് അവന് പകരം മുഹമ്മദ് ജോലിക്ക് കയറും. അല്ല ഞാനത് ഈ എന്തായാലും അസുഖങ്ങൾ പോയിട്ട് ടോയ്ലറ്റിൽ പോകുന്ന ആവശ്യം പോലും ഉണ്ടാവില്ലെന്നാ പറയണത്. മലമൂത്ര വിസർജനം പോലും ആവശ്യമില്ലാത്ത ആൾക്കാർ എന്താ മറ്റേ റോബോട്ട്സ് പോലെ സാധനങ്ങളാണ്. അവർക്ക് വേർക്കില്ല, അവര് ടോയ്ലറ്റിൽ പോയിട്ട് ആവശ്യമില്ല, എന്തിനാണ് ഈ ഫുൾ ടൈം ഇത് സ്വർഗത്ത് പോണത്? പരിപാടി ഈ മാത്രമേ ഉള്ളൂ. ഇതിന് വേണ്ടിയിട്ട് മാത്രോ? അല്ല, എന്തിനാ സ്വർഗത്തിൽ എന്തിനാ പോകുന്നത്? മദ്യപ്പുഴ, ഹൂറി, കാട പൊരിച്ചത്, മറ്റേ അൽഫാം, ഇതിനങ്ങനെ അവിടെ പോകുന്നത്. അല്ല, പക്ഷെ ചന്തുജി പറഞ്ഞൊരു കാര്യമുണ്ട്, പിന്നെ സുപ്രഭാജി, അതായത് പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ ഒരു കാര്യത്തും ഉപയോഗപ്പെട്ടില്ലെങ്കിൽ പോലും ഈ അടുത്ത കാലത്ത് എന്തെങ്കിലും മലബാർ ഗോൾഡിന്റെ മുതലാളി സ്വർഗത്തിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ കൊണ്ട് അവർക്ക് ഉപയോഗം ഉണ്ടാവും. അല്ല രാമ, ഇത്രയും കഷ്ടപ്പെട്ട് ഇതിനു വേണ്ടി സ്വർഗത്തിൽ പോകണം എന്തിനെന്നേ? ആ രാഹുൽ ഗാന്ധിയുടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് പട്ടായ പോയപ്പോ ഉഡായിപ്പാണ് മക്കളെ. ഇതിലൊന്നും പോയി ചെന്ന് വീഴാൻ നിൽക്കല്. ഓരെന്തോ മഹാസംഭവമായിട്ട് ഇവിടെ ഉണ്ടാക്കിയത്. പക്ക വിഡൽസും പക്ക എന്താ പറയാ, ഏതോ ഒരു സ്വപ്നലോകത്തുള്ള ബാലഭാസ്കർ എന്ന് പറഞ്ഞ മാതിരിയുള്ള ഒരു കിതാബും ആ കിതാബിലുള്ള കുറെ മണ്ണാങ്കട്ട ആയത്തുകളും മാത്രമാണ് ഇത്. ഇതൊന്നും ബിസിനസ് കണ്ട് നാട്ടിലിറങ്ങി ഓരെന്തോ ഇവരെ നടത്തൊക്കെ കണ്ടാ വിചാരിക്കും ഇവരെന്തോ മഹാ ആനക്കാരെന്ന്. എന്തോ ഒരു ഉസ്താദ് പോകണ്ട നമ്മളേക്ക് എന്താ ഭയങ്കര സംഭവം പോണം, എന്തോ കുട്ടികളെ പിടിപ്പിക്കാൻ പോവാ മദ്രസയിലേക്ക്, അതിനാ പോണത്. ഒരു ഉസ്താദ് നിങ്ങളെ ഒന്ന് ഗൂഗിൾ ഉസ്താദ് നിന്ന് അടിച്ചു നോക്കി, വെറുതെ നോക്കിട്ട് പീഡന കഥകൾ ഇങ്ങനെ കൊണ്ട് വരും. ഗൂഗിളിൽ തന്നെ അറിയാം ഉസ്താദ് എന്ന് പറഞ്ഞ പീഡനാണ്. എന്നാ പിന്നെ ഉസ്താദ് തന്നെ വേറെ എന്തെങ്കിലും വരണ്ട്? കംപ്ലീറ്റ് പീഡനം. ഉസ്താദ് അവിടെ പീഡിപ്പിച്ച ഉസ്താദ് ഇവിടെ പീഡിപ്പിച്ച ഉസ്താദ്, അങ്ങനെ ഏത് ഉസ്താദ് ഇങ്ങനെ ഏത് ഉസ്താദ് മറ്റേത് ഏത് മറിച്ച് ഏത് ഉസ്താദ് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ. നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു പുരായുധന്മാരെ അടിച്ചു നോക്കിയിട്ടാണോ വരിക? നിങ്ങൾ ആലോചിച്ച് ഗൂഗിളിൽ തന്നെ അറിയാം പീഡനാണ്. അല്ല, ഇതിനകത്ത് നമ്മൾ ഇപ്പൊ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന 72 28 മറ്റേ മദ്യപ്പഴയോ ഇതൊക്കെ ഇവര് കൃത്യമായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, നമുക്കൊരു സമ്മാനം എവിടെയെങ്കിലും വെച്ചിരിക്കുന്നു, നമുക്കത് കൈ കിട്ടുന്നിടം വരെ നമുക്ക് ആഗ്രഹമാണ്. ഇപ്പൊ വീട്ടിൽ വെച്ചിരിക്കുകയാണ്, നമ്മൾ എവിടെയെങ്കിലും പുറത്തേക്കുമ്പോൾ നമുക്ക് അറിവ് കിട്ടി, ഇതേ വീട്ടിൽ ഇതുപോലെ സമ്മാനം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അന്നേരം തൊട്ടൊരു ആകാംക്ഷയാണ്, എത്രയും പെട്ടെന്ന് വന്ന് അത് പൊട്ടിച്ച് തുറന്നതിനകത്ത് എന്താണ് എന്ന് കണ്ട്, അല്ലെങ്കിൽ അറിയാമെങ്കിൽ അത് നേരിട്ട് കാണുന്നിടം വരെ ഒരു എന്താണ് പറയുന്ന ഒരു ത്വരയാണ് നമുക്ക്. ഇതാണ് ഇവര് ഈ പറയുന്ന സാധാരണ ജനങ്ങളെ ഇവര് മുതലെടുക്കുന്നത്. ഈ 72 അവിടെ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ
അല്ലെ മറ്റേ മദ്യപ്പഴ വലിയ കാര്യമില്ല, മറ്റേ 72 അവിടെ ഉണ്ടെന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന ഓരോ ദിവസം വൈകിട്ട് കിടക്കുമ്പോഴും എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലണം. നാളെ രാവിലെ പൊട്ടിത്തെറിച്ച് അവിടെ ചെല്ലണം, ആ 72 കൈക്കലാക്കണം. ഇവിടെയുള്ള 3-4 എന്തിനു കൊള്ളാം, അവിടെയുള്ള 72 വേണം. ഇതാണ് ഇത്രയും തീവ്രവാദത്തിലേക്ക് ഈ കൂട്ടരെ നയിക്കാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് പ്രലോഭിപ്പിക്കുന്നത്. നമ്മളിത് ഇവിടെ ഇരുന്ന് 72 എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. പക്ഷെ ഈ പറയുന്ന ഉസ്താദന്മാർ അവർ ഈ കാണിക്കുന്ന കൊള്ളരുതായ്മ എല്ലാം മറച്ചു വെക്കുന്നതും, അല്ലെങ്കിൽ ഇത് ഒരു തക്കിയ അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളുണ്ട്, തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ചെയ്യുന്നത് മറച്ചു വെക്കുന്നതിന് പ്രത്യേക പ്രതിഫലമുണ്ട്. ഇപ്പൊ ഇതെല്ലാം ഉസ്താദന്മാർ പീഡിപ്പിക്കുന്നു. ഇതിലൊന്നും ഒരു 100 ഒരെണ്ണം പോലും പുറത്തു വരുന്നില്ല. എന്നിട്ട് തന്നെ ഇപ്പം എന്നും പത്രത്തിൽ 4-5 എണ്ണം വീതമുണ്ട്. അതായത് 100 ഒരെണ്ണം പുറത്തു വരുമ്പോൾ തന്നെ ഇത്രയും ഉണ്ട്. അപ്പൊ ഇത്രയും പ്രലോഭനങ്ങളാണ് ഈ ഒരു വിഭാഗക്കാരെ കൊണ്ട്, അതിനകത്ത് പകുതി എണ്ണത്തിനും വിവരവും വിദ്യാഭ്യാസവും ഇല്ല. അപ്പം ഇവരെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നത്, അപ്പൊ അതും കൂടെ നമ്മൾ പറയാതെ പോകുന്നത് ശരിയല്ല. ഒക്കെ ഈ സോന കട്ട് ചെയ്യണതിനുള്ള പ്രശ്ന പുസ്തകന്മാർക്ക് വേറൊന്നുമല്ല. അല്ല ഈ അല്ല, ഞാൻ വിശ്വാസം ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ പറയാട്ടോ. അതായത് നിങ്ങള് ഈ നാളെ ശാസ്ത്രം വികസിക്കുകയും ഇപ്പൊ തന്നെ ഈ സെക്സ് ഡോൾ എന്നൊക്കെ പറയുന്ന സാധനം ഇഷ്ടം പോലെ ഉണ്ട്. ഇനി AI ഒക്കെ ഭയങ്കര ഡെവലപ്ഡ് ആയിട്ട് മനുഷ്യനെ പോലെ തന്നെ പെരുമാറുക, നിങ്ങളുടെ മൂഡ് അനുസരിച്ച് ഒരു പെരുമാറ്റം അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഈ പറഞ്ഞ പോലത്തെ ഡോൾസ് ഉണ്ടാവുകയൊക്കെ ചെയ്യാന്ന് വെച്ചോളൂ. ഒരു 5 കൊല്ലത്തിനകത്ത് ഇങ്ങനത്തെ സാധനങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് വരികയാണെങ്കിൽ ഞാൻ എഴുതി വെച്ച് തരാം, 90% ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഈ പറഞ്ഞ കല്യാണം എന്ന് പറയുന്ന പരിപാടിയൊക്കെ നിർത്തും. എന്തിനാ? കമ്പാനിയൻഷിപ്പ് വരെ. കാരണം അവരെ ഒരു ബന്ധത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കമ്പാനിയൻഷിപ്പ്, അണ്ടർസ്റ്റാൻഡിങ്, സ്നേഹം, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ്. പക്ഷെ എന്ത് ഇൻവെൻഷൻ വന്നാലും ഒരു സൈഡിൽ ഒരു വിഭാഗം ഇങ്ങനെ മറ്റേ തേഞ്ഞ സാധനം വെച്ചിട്ട് പരമാവധി ഉത്പാദിപ്പിക്കുക എന്നുള്ള സാധനം മറ്റേ മെക്കാനിക്കലായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. കാരണം അവർക്ക് ഈ പറഞ്ഞ ഒരു സാധനം വേണ്ട. മനസ്സിലായില്ല? അവർക്ക് കമ്പാനിയൻഷിപ്പ് വേണ്ട, സ്നേഹം വേണ്ട, അണ്ടർസ്റ്റാൻഡിങ് വേണ്ട, ഒന്നും വേണ്ട. അവർക്ക് ആകെ വേണ്ടത് ഈ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതിങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ നോക്കിക്കോളൂ, ഈ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സൈഡിൽ ഇങ്ങനെ ഉത്പാദനം നടന്നുകൊണ്ടിരിക്കും. അതാണ് അതിന്റെ ഒരു പൊളിറ്റിക്കൽ ഇതെന്ന് പറയുന്നത്. ഇതുപോലും പൊളിറ്റിക്കലായിട്ട് കാണുന്ന ഒരു വിഭാഗമാണ് ഇതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. എന്ത് കാര്യത്തിലും പോളിറ്റിക്സ് കൊണ്ടുവരും, എന്ത് കാര്യത്തിലും പൊളിറ്റിക്കലായിട്ട് കാണുക എന്നുള്ളത്. ഇനി നേരത്തെ ഒരു കാര്യം കൂടെ പറയണ്ടായിരുന്നു. അതായത് ഇപ്പൊ നമ്മൾ ഈ ലവ് ജിഹാദിനെ കുറിച്ച് പറയുമ്പോൾ അത് എല്ലായിടത്തും ഉണ്ട്, കോമൺ ആണെന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറയാനുള്ള 2 എക്സാമ്പിളാണ് ഈ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്ന 2 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു. നിങ്ങൾക്കറിയാം, ജഗതിയുടെ മകള് കല്യാണം കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സംവിധായകൻ ഷാജി കൈലാസ് കല്യാണം കഴിച്ചിട്ടുണ്ട്. ഷാജി കൈലാസിന്റെ ഭാര്യ ആനി ഹിന്ദുമതം സ്വീകരിക്കുകയും ജഗതി ശ്രീകുമാറിന്റെ ഭാര്യ ക്രിസ്തുമതം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആണല്ലോ. എന്തുകൊണ്ടാണ് ഇതിനെ ഒന്നും ലവ് ജിഹാദെന്നോ അല്ലെങ്കിൽ ലവ് കുരുക്ഷേത്രമെന്നോ അല്ലെങ്കിൽ ഇതൊന്നും വിളിക്കാതിരിക്കുന്നത്? അത് കൃത്യമായിട്ട് അവർ കണ്ടു, ഇഷ്ടപ്പെട്ടു, അവർ കല്യാണം കഴിച്ചു. പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളത് അവരുടെ വ്യക്തിപരമായ അവരുടെ കുടുംബാംഗങ്ങളുടെ തീരുമാനമാണ്. അല്ലാതെ ഇതിനകത്ത് വേറെ ആർക്കും അതിനകത്ത് യാതൊരു പങ്കോ ഇൻവോൾവ്മെന്റോ ഇല്ല എന്ന് കരുതിയിട്ട് ഒരു മതത്തിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് മറ്റു മതത്തിൽ അവരുടെ വീട്ടിൽ വരാനോ അവരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിനോ ആർക്ക് ഈ 2 വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരു തടസ്സവും ഇല്ല. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു എക്സാമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ ഈ 2 സംഭവങ്ങൾ പറയുന്നത്. അതേസമയം ഒരു ഇസ്ലാം മതത്തിലേക്ക് പോയ ഒരു വ്യക്തിയുടെ കാര്യം ആലോചിച്ച് നോക്കൂ. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അയ്യോ ഈ ഒരു ചളി പ്രേമബന്ധം കല്യാണത്തിലേക്ക് പോകുമ്പോൾ തന്നെ ചളിയിലേക്ക് പോയ കുടുംബം മോനാണ്ട് അതിലൊക്കെ ആരെയും പോയിട്ട് കുടുംബമായിട്ട് മര്യാദക്ക് താമസിക്കുകയോ? ചളി കോയമാരെ അതാണ് കൂടെ കൂടി അതാ ഇത് നമ്മൾ കഴിഞ്ഞില്ലേ വ്യത്യാസം കുടുംബത്തിൽ കയറ്റാൻ എന്താണെന്ന് പറ്റുമോ? മാത്രം ആലോചിച്ചാൽ മതി. അതാണ് കൃത്യമായിട്ടും ഈ പറഞ്ഞ പോലെ അകറ്റി നിർത്തേണ്ടത് തന്നെയാണ് ഈ തീവ്ര വിശ്വാസം ഉള്ളവരെ എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് കേട്ടോ. അത് കൃത്യമായിട്ട് അങ്ങനെ പറഞ്ഞു തന്നെ വളരെ എന്താണ് അതിന്റെ പ്രശ്നം. അല്ല, നമ്മുടെ കുഴപ്പമെന്ന് വെച്ചാല് നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ എല്ലാം നല്ലത് തന്നെയാണ് എന്നുള്ളൊരു പൊതു ഇത് പഠിച്ചു. അതാണ് നമ്മുടെ മതേതര ഫീലിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ വളർത്തി കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മറ്റേ സൈഡിൽ ഇതെല്ലാം മോശമാണെന്ന് പറയും, ഇതിനെല്ലാം മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു വിഭാഗം വളർന്നു വരുന്നുണ്ട്. അത് മാറാത്തിടത്തോളം കാലം നിങ്ങൾ ഈ മതേതരത്വം എന്ന് പറയുന്നത് അവർക്ക് വളം വെച്ച് കൊടുക്കുകയും ചെയ്തു. അതാണ് നിർഭാഗ്യവശാൽ കമ്മികളും കൊങ്ങികളും മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അവർക്ക് മനസ്സിലായാലും ഒരുപക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഈ അവസ്ഥയായിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ കോയമാരായിട്ടുള്ള വി ഡി ഒരു സതീശൻ ഇടപാടും മോഡറേറ്റർ നടക്കൂല. കോയമാരൊന്നും വീട്ടിൽ കയറ്റാൻ അതാണ് പറ്റില്ല. അതാണ് സത്യം. കോയമാരൊന്നും കുടുംബത്തിലേക്കും 100% കൊണ്ടുവരാൻ പറ്റില്ല. സത്യമാണ്. അതിന് എന്ത് വന്നാലും ശരി, അത് സമ്മതിക്കൂല. ഇവിടെ കൊടിഞ്ഞ പൈസയിലൊക്കെ ചീട്ടായത് എങ്ങനെയാ പറയുന്നത്? ഇത് ഇതേമാതിരി ചോറല് കുത്തിയതാ. നടക്കൂല മക്കളെ. ക്രിസ്ത്യാനികളൊക്കെ വീട്ടിൽ കയറ്റാല് വേറെ ഏതെങ്കിലും ആൾക്കാരൊക്കെ വീട്ടിൽ കയറ്റാം. നിങ്ങളൊന്നും വീട്ടിൽ കയറ്റാൻ പറ്റില്ല. സത്യമാണ്. നിങ്ങൾ മതം മാറിയിട്ട് അങ്ങോട്ടേക്ക് പോയിക്കോളി, ഞങ്ങൾ കൂടെ വരണ്ട. ഇതൊക്കെ പറയാനായിട്ട് സുഗ്രീവൻ ഇങ്ങനെ കരഞ്ഞ് മെഴുകാന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല സുഹൃത്തെ. ഞങ്ങൾക്കൊക്കെ ഇതൊക്കെ എന്താണെന്ന് അറിയാം. ഈ പുസ്തകങ്ങളോ ഇതൊന്നും ഞങ്ങൾക്ക് നിയമങ്ങളല്ല, ഞങ്ങൾക്ക് ഗൈഡ് ലൈൻസ് മാത്രമാണ്. ഇതെല്ലാം അക്ഷരം പ്രതി പാലിച്ചല്ല ഞങ്ങൾ എല്ലാവരും ജീവിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പാലിക്കാം, ഇഷ്ടമുള്ളത് പാലിക്കാതിരിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളുടെ മറ്റേ കിതാബിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനം പോലെ ഞങ്ങളുടെ ഗ്രന്ഥങ്ങളെ കാണരുത്. ഞങ്ങൾ ആരും അത് കണ്ടിട്ടല്ല ജീവിക്കുന്നത്. എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ വലതുകാലം അകത്ത് വെക്കണോ ഇടതുകാലം അകത്ത് വെക്കണോ എന്ന് മറ്റേ ദൈവം എഴുതി തന്നിട്ടുണ്ടല്ലോ, അത് വായിച്ചിട്ട് കയറാമെന്ന് വിചാരിക്കുന്ന ആൾക്ക് പൊട്ടന്മാരല്ല ഞങ്ങള്.
മനസ്സിലായില്ലേ? ഞങ്ങൾ ഇതൊക്കെ വായിക്കുന്നത് ഞങ്ങളുടെ എൻലൈറ്റ്മെന്റിനാണ്. ഞങ്ങൾ ആസ് എ മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് വളരാൻ വേണ്ടിയാണ്. അതിൽ നിന്ന് ഞങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്ന ഈ കാലത്തിന് അനുസൃതമായിട്ടുള്ള തോന്നുന്ന കാര്യങ്ങൾ എടുക്കും, മറ്റു കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കും. അത്രേ ഉള്ളൂ. അല്ല ഇതിൽ എന്താ അല്ലാതെ പ്രശ്നം? എല്ലാ തരത്തിലും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കോയന്റെ കിതാബും പിടിച്ചിട്ട് പൊട്ടിത്തെറിച്ച ആൾക്കാർ ധാരാളമാണ്. സമൂഹത്തിന് ഉപദ്രവം ഉണ്ടാക്കിയിട്ടുള്ളതും ഭീകരവാദം ഉണ്ടാക്കിയിട്ടുള്ളതും പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളതും കലാപങ്ങൾ ഉണ്ടാക്കിയതൊക്കെ കോയാണ്. ഇപ്പൊ കോയക്ക് ബദലായിട്ട് ഒരാളെ വേണം, അതിനൊരു പുസ്തകം വേണം, അതിന് കോയ തപ്പി നടക്കുകയാണ്. ഏത് പുസ്തകം? രാമായണം പറ്റുമോ? അതിൽ രാമനെ പറ്റുമോ? അല്ലെങ്കിൽ മഹാഭാരതം പറ്റുമോ? അതിൽ സീതേനെ പറ്റുമോ? എന്തൊക്കെയൊക്കെയോ തെരഞ്ഞു നടക്കുകയാണ് കോയ. കോയനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മനുസ്മൃതി ഉണ്ടോ? അതിലെന്തെങ്കിലും ഉണ്ടോ? നോക്കി നടക്കുകയാണ്. ഏതെങ്കിലും ആളുകൾ ഇവിടെ ഏതെങ്കിലും പുസ്തകം വെച്ചിട്ട് ആരെങ്കിലും ഇവിടെ പോയി പൊട്ടിത്തെറിക്കുന്നുണ്ടോ? ഏതെങ്കിലും മതക്കാർ പൊട്ടിത്തെറിക്കുന്നുണ്ടോ? കോയല്ലാതെ ഏതെങ്കിലും ഒരു ഇതര മതക്കാർ എവിടേക്കും പോയി പൊട്ടിത്തെറിക്കുന്നുണ്ടോ? ഇല്ല. കോയ കുടുങ്ങി കുതിരിക. കോയക്ക് ഏതെങ്കിലും കിത്താവും ആൾക്കാരൊക്കെ വേണം. കോയ തെരഞ്ഞു നടക്കുകയാണ്. അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണ് കോയക്ക്. ഒന്നാമത് ഈ സുന എത്തിയാൽ തന്നെ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. അതിന്റെ അപ്പുറത്ത് ഉണ്ടാവുന്ന ഫ്രസ്ട്രേഷൻ ഒരുപാട് വേറെയും ഉണ്ട്. അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമാക്കണം. അല്ല, കോയമാര് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു ഭീഷണി എന്ന് പറയുന്നത് ഞാൻ ആ ദിവസം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ്. കാരണം എന്നും മിഡിൽ ഈസ്റ്റിലോ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളിലോ മതം വിട്ടാൽ വധശിക്ഷ എന്നുള്ള ആ സാധനം കൊണ്ട് എടുത്ത് കളഞ്ഞാണ്ടല്ലോ ജനം ഈ സാധനം എടുത്ത് ഓടയെറിയുന്ന കാലം ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഇതിപ്പോ പറഞ്ഞാൽ ഇവർക്ക് പേടിപ്പിച്ച് വെച്ചേക്കാണ്. ഇത് മതം വിട്ടാൽ വധശിക്ഷ എന്നുള്ള ആ നിയമം ഒന്ന് മാറ്റാൻ ഒരു ഒരു ഇസ്ലാമിക രാജ്യം തയ്യാറാവുന്ന ദിവസം ആ സാധനം തീരും. അത്രേ ഉള്ളൂ. ഇത് നീങ്ങും തോറും കൂടുതൽ ആൾക്കാർ തയ്യാറായിട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, നമ്മള് ഹിന്ദുക്കള് പണ്ടേ ഒരാള് മുസ്ലിം ആയവൻ അറപ്പോടും വെറുപ്പോടും കൂടി തന്നെ കാണാം. ഞങ്ങളുടെ മലബാറിലൊക്കെ അങ്ങനെ പേടിച്ച് തൊപ്പിട്ടവനാണ് കളിയാക്കാറാണ് ചെയ്യാറ്. വാളൊക്കെ വെച്ചിട്ട് ഒരു കുറെ അല്ല ആൾക്കാർ മതം സുപ്രഭാതം മാറ്റിട്ടൊക്കെ അല്ല ഉണ്ട്. ഒരു സുപ്രഭാതം ഒരു അറപ്പോടും കാര്യം വെറുപ്പോടും ചോദിച്ചോട്ടെ? കൂടി തോറ്റ് തന്നെയാണ് കോയനെ തൊപ്പിയിട്ട് കാണാറുള്ളത്. അല്ലല്ല ഇന്നും അങ്ങനെ തന്നെ, അതിൽ സുപ്രഭാതം മാറ്റൊന്നും തോറ്റ് വന്നിട്ടൊന്നുമില്ല. തൊപ്പിയിട്ട് ഞങ്ങള് എന്നുള്ള പ്രയോഗം ഇവിടെ എങ്ങനെ ഒന്നും വന്നു ഏതെങ്കിലും ആലോചിച്ച് ഒരു നോക്കൂ. ഒരാള് ഏതെങ്കിലും ഹിന്ദു പെൺകുട്ടി കോയനെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കയറ്റില്ല. ആരെ കയറ്റില്ല? ഏതെങ്കിലും ഒരു കോയനെ കാണിച്ചാലും ഒന്നും മനസമാധാനമായിട്ട് കുടുംബമായിട്ട് ജീവിക്കുന്ന ഏതെങ്കിലും ഒരു ഹിന്ദു പെൺകുട്ടിയോ ക്രിസ്ത്യൻ പെൺകുട്ടിയോ പോയിട്ട് ആരും കയറ്റില്ല വീട്ടിൽ. നിങ്ങൾ വീട്ടിൽ കയറ്റാൻ പറ്റില്ല. അങ്ങനത്തെ വൃത്തിയിട്ടന്മാര്. അല്ല സുപ്രഭാതം മലയാളത്തിൽ ഈ തോറ്റ് തൊപ്പിയിട്ട് എന്നുള്ള പ്രയോഗം എങ്ങനെ വന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ പറയാറുണ്ടല്ലോ തോറ്റ് അത് തൊപ്പിയിട്ടില്ല എന്ന് മലബാറിൽ പറയുന്ന ഒരു വന്നാണ് പ്രയോഗമുണ്ട്. ഇതെങ്ങനെ? തോറ്റ് തൊപ്പിട്ടവൻ എന്നുള്ളത്. അതെ അതെ അതാണ് നമ്മളത് ആലോചിക്കുന്നില്ല. നമ്മളത് കുട്ടിക്കാലത്തൊക്കെ പറഞ്ഞ് ശീലിക്കുന്നതേ ഉള്ളൂ. അടിസ്ഥാനമായിട്ട് തോറ്റ് തൊപ്പിയിട്ടു എന്ന് പറയുന്ന സാധനം അത് തന്നെയാണ്. ഈ തോറ്റ് തൊപ്പിയിട്ടവന്റെ പിന്മുറക്കാരുടെ കരച്ചിലാണ് നമ്മൾ ഇവിടെ കാണുന്ന സുഗ്രീവന്റെ ഷായുടെ ഒക്കെ കരച്ചിൽ എന്ന് പറയുന്നത്. ഓരോ അത്രേ കരച്ചില് ഉള്ളൂ. ഡോക്ടർ കേൾക്കുമ്പോ അൽമാഡ് നിങ്ങൾക്ക് ഇപ്പൊ വന്നേ ഉള്ളൂ. എന്തെങ്കിലും തിരിച്ചു ഒരു വന്നാണോ? മനസ്സുഖമുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ, എനിക്ക് ചെറിയൊരു മനസ്സുഖമുണ്ട് ഓരോ കരച്ചിൽ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത്. അയ്യോ അവരുടെ അള്ള എയറിൽ കയറിയല്ലോ, അവരുടെ മുത്ത എയറിൽ കയറിയല്ലോ, അവരെ കിതാബ് എയറിൽ കയറിയല്ലോ. അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ഇങ്ങനെ പുറത്തേക്ക് കാണിക്കുന്ന സമയത്ത് എന്തോ ചെയ്യാത്ത ഒരു സന്തോഷം വരുന്നുണ്ട്. നിങ്ങൾക്കുണ്ടത്? അല്ല ചന്തുചേട്ടാ വേറൊരു കാര്യം ഉണ്ട് കേട്ടാ. തലയിൽ തൊപ്പി കയറിയപ്പോ സുഗ്രീവൻ അതല്ല സുനേനെ കേട്ടോ. സുഗ്രീവൻ അതൊന്നുമല്ല കേട്ടോ. സുഗ്രീവൻ നമ്മളെ സണ്ണിക എം കബിക്കാടാണോ സംശയം കേട്ടോ. സുഗ്രീവന്റെ ഭാഷ കണ്ടിട്ട് സണ്ണി എം കബിക്കാടാണ് തോന്നുന്നുണ്ട്. മൂപ്പർക്ക് ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നുണ്ടോ എന്ന് അറിയണം. അപ്പൊ ഈ കയറുന്ന പെണ്ണുങ്ങളൊന്നും സ്ത്രീകളല്ല. ഓന്റെ കണക്കിൽ ഈ 10-25 വയസ്സായ യുവതികൾ കയറിയാൽ മാത്രമേ സ്ത്രീകളാവുള്ളൂ. അല്ല, ഇതില് വേറൊരു കാര്യമുണ്ട്. അതായത് ഞാനെന്റെ ഈ മോളെ മജേട്ടാ ചില ചർച്ചയിൽ കാണാലോ, ചില ആളുകളെ എയറിൽ കയറ്റാൻ വേണ്ടി ഓരോ തന്നെ ഒന്ന് വാദിക്കും. ഇന്നലെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞിട്ടുണ്ടായിനി ഈ കെ എം മാണീനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആന്റണി രാജു ആണ് ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവസാനമാണ് ആന്റണി രാജു അപ്പുറത്തേക്ക് ചാടിയത്. അപ്പോഴാണ് മനസ്സിലായത് ആന്റണി രാജു ആണ് ചർച്ച ചെയ്തിട്ടാണ് ഇത് കുടുങ്ങിയെന്ന്. അതേമാതിരി കുറെ ജിഹാദികളുണ്ട്, ഒരു ചർച്ച ചെയ്യുന്നുണ്ട്, ഇസ്ലാം ഓരോ ദിവസം കൂടുന്നോറും എയറിലേക്ക് കയറാണ്. എനിക്ക് തോന്നുന്നു ഇറ്റികളൊക്കെ എക്സ് മുസ്ലിംസുകളാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. സുഗ്രീവൻ കുറെ നേരമായി അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഞാൻ അങ്ങനെ എഴുത്ത് വായിച്ചു നോക്കുമ്പോ എനിക്ക് സുഗ്രീവനോട്ടിരുന്ന് തോന്നുന്നു കരയേ ഉള്ളൂ. ചെറിയൊരു മറ്റേ അല്ല സണ്ണി എം സുഗ്രീവനോട്ടിരുന്ന് കബിക്കാടിന്റെ കരയേ സൂപ്പർ ഉള്ളൂ കേട്ടോ. തോന്നി. അല്ല സുഗ്രീവനോട്ടിരുന്ന് നിരന്തരമായി കരഞ്ഞോണ്ടിരിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഹൂറിയൊന്നും ഹൂറികളെ പോയിട്ട് പോലും കിട്ടത്തില്ല. അത് മനസ്സിലാക്കിയേ കൊള്ളാം. എല്ലാവരും എപ്പോ വന്നേ ഉള്ളോ? നേരത്തെ വന്നാണോ?